തായ്വാന്റെ കാര്യത്തിൽ അമേരിക്ക കളിക്കുന്നത് തീക്കളി. ചൈനയുടെ ചുവപ്പ് രേഖ മറികടന്നാൽ കാത്തിരിക്കുന്നത് നേരിട്ടുള്ള യുദ്ധമായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് ചൈനയുടെ അന്ത്യശാസനം. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിലാണ് ലോകത്തെ മുൾമുനയിലാക്കുന്ന ഈ മുന്നറിയിപ്പ്. ഇന്നലെ ശനിയാഴ്ച ജർമ്മനിയിൽ നടന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ വെച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ആണ് അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. തായ്വാനെ ഉപയോഗിച്ച് ചൈനയെ വിഭജിക്കാൻ അമേരിക്ക ഗൂഢാലോചന നടത്തുകയാണെന്നും ഇത്തരം ഇടപെടലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. വാഷിംഗ്ടൺ പ്രായോഗികമായ സമീപനം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഏത് അപകട സാധ്യതയും നേരിടാൻ ചൈന സജ്ജമാണെന്നും വാങ് യി വ്യക്തമാക്കി. തായ്വാൻ തങ്ങളുടെ അഭിവാജ്യ ഘടകമാണെന്നും അവിടുത്തെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ചൈനയുടെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നുമാണ് ബീജിംഗിന്റെ നിലപാട്. 2026 പുതുവത്സര പ്രസംഗത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല, നൗ ഓർ നെവർ എന്ന പ്രയോഗം നടത്തിയിരുന്നു. അതായത് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന്. തായ്വാനെ തിരിച്ചു പിടിക്കാൻ ബലപ്രയോഗം വേണ്ടി വന്നാൽ അതിനും മടിക്കില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത്. തായ്വാന്റെ പുനരേകീകരണം തടയാനാകാത്ത ചരിത്ര ദൗത്യമാണെന്നാണ് ചൈന ആവർത്തിക്കുന്നത്. വിഷയം സങ്കീർണമാകുന്നത് അമേരിക്കയുടെ നിലപാട് കൊണ്ടാണ്. തായ്വാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. ചൈനയുമായി ഒരു യുദ്ധമുണ്ടായാൽ തായ്വാൻ പൂർണ്ണമായും അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും, ഉക്രൈൻ ആശ്രയിക്കുന്നത് പോലെ. ഇതിനിടെ ജപ്പാനെതിരെയും ചൈന ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കായിച്ചിയുടെ പുതിയ സൈനിക നയങ്ങൾക്കെതിരെയും വാങ് യി മുന്നറിയിപ്പ് നൽകി. പഴയ യുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കും വിധം ജപ്പാൻ വീണ്ടും സൈനികവൽക്കരണത്തിലേക്ക് പോയാൽ അത് സ്വയം നാശത്തിലേക്ക് വഴിവെക്കൂ എന്നാണ് ചൈനയുടെ പക്ഷം. ചുരുക്കത്തിൽ തായ്വാൻ കടലിടുക്കിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ചൈനയുടെ ഈ മുന്നറിയിപ്പിനോട് വൈറ്റ് ഹൗസ് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ലോക സമാധാന വാർത്തകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 6 മലയാളം.